ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെസൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിംഗർ ഷവർമ റെഡിയാക്കി എടുക്കാം. ഹോം മെയ്ഡ് കുബൂസ് റെഡിയാക്കിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള കുബൂസ് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാനൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിപ്പോൾ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാലിലേക്ക് ചേർത്തത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഫ്ലോറിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്കിനി 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും മിക്സ് ചെയ്ത് ഫ്ലോറിലേക്ക് ചേർത്ത് കുഴച്ചെടുക്കാം. 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോഴേ നല്ല സോഫ്റ്റുള്ള കുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതേ ഒരു 10 മിനിറ്റൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലേക്ക് ഒരല്പം ഓയിലാക്കി കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം ആ ഡോ വെച്ചിട്ട് അതിന് മുകളിലും നമുക്ക് ആ ഓയിലൊന്ന് ആക്കി കൊടുക്കണം. ഇതിന് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാം. 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വെളുത്തുള്ളി നന്നായി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ മാവ് ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കൊണ്ട് തന്നെ ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ചെറുതായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കണം. ഞാനിപ്പോൾ 4 കുബൂസാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 4 പീസായിട്ട് കട്ട് ചെയ്യാം. ചെറിയ കുബൂസൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6 കുബൂസൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. ഒരൽപ്പം മൈദപ്പൊടി കൂടി ഇട്ട് ഇതൊന്ന് പരത്തി എടുക്കണം. ഒരുപാട് കനത്തിലൊന്നും പരത്തി എടുക്കണ്ട. അപ്പോൾ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി പരത്തിയെടുത്ത ശേഷം നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ചുട്ടെടുത്താൽ മതി. ഇതിന് മുകളിൽ ഞാനൊരല്പം ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കുബൂസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. പിന്നെ ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എഗ് യോക്കും എഗ് വൈറ്റൊന്നും സെപ്പറേറ്റ് ആക്കി എടുക്കണില്ല. ഇത് നമുക്ക് ഒരു 2-3 തവണ ഒന്ന് പൾസ് ചെയ്ത് അടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു അല്ലി വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു അല്ലിയുടെ പകുതി ഇട്ട് കൊടുത്താലും മതി. 1/2 ടീസ്പൂൺ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനെഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് പൾസ് ചെയ്ത് അടിച്ചെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഓയിലാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം.
ചിലപ്പോൾ നമുക്ക് അരക്കപ്പൊന്നും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. നമ്മുടെ എഗ്ഗിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതെ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് കട്ടിയാക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്ര മതി. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് മൈദ വേണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. പാപ്രിക്ക പൗഡറിൻ്റെ വീഡിയോയും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് പൗഡറിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ അങ്ങ് മിക്സായി കിട്ടും. ഇത് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിൽ അങ്ങ് നന്നായിട്ട് മുക്കിയ ശേഷം ഈ ഫ്ലോർ വെച്ചിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. നമ്മളിതിന് ഡബിൾ കോട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടോ, നന്നായിട്ടുള്ളൊക്കെ കുക്കായി വന്നിട്ടുണ്ട് ചിക്കന്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് ലെറ്റ്യൂസ് വേണം. പിന്നെ മയോണൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കുബൂസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കുബൂസ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ലെറ്റ്യൂസ്, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് 2-3 പീസൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതങ്ങ് റോൾ ചെയ്തെടുക്കാം. ഒരു ബട്ടർ പേപ്പറിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.